എല്ലാവർക്കും നമസ്കാരം. സെമി കണ്ടക്ടർ ഡയോഡ് ഉപയോഗിച്ച് ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ് റെക്ടിഫയറുകൾ എന്നിവ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നുള്ള ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, നമുക്ക് ഈ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കാം. സഭായോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ നിർമ്മിക്കാനും പരീക്ഷിക്കാനും, രണ്ട് ഡയോഡ് ഉപയോഗിച്ച് ഒരു ഫുൾ വേവ് റെക്ടിഫയർ നിർമ്മിക്കാനും സാധിക്കും. 4 ഡയോഡുകൾ ഉപയോഗിച്ച് ബ്രിഡ്ജ് ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയറുകൾ നിർമ്മിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. നമുക്ക് വിശദമായി തന്നെ റെക്ടിഫയർ സർക്യൂട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യ വൈദ്യുതി വിതരണത്തിൽ AC വോൾട്ടേജിനെ DC വോൾട്ടേജാക്കി വിതരണം ചെയ്യുന്ന പ്രക്രിയയിൽ റെക്ടിഫയർ ഒരു അത്യാവശ്യ സർക്യൂട്ടാണ്. വൈദ്യുത സിഗ്നൽ വീടുകളിൽ എത്തിക്കുന്നത് AC രൂപത്തിലാണ്, അതായത് സൈനുസോയിഡൽ. എന്നിരുന്നാലും നമുക്ക് ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. തൽഫലമായി ഉചിതമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ AC ഇൻപുട്ടിൽ നിന്നും DC ആക്കി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി നിയമിക്കുന്നു. AC സിഗ്നലുകൾ DC സിഗ്നലുകളാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയെ റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. റെക്ടിഫിക്കേഷൻ നിർവഹിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ സർക്യൂട്ട്. റെക്ടിഫയർ സർക്യൂട്ടിൽ ട്രാൻസ്ഫോമറുകൾ, ഡയോഡുകൾ, കപ്പാസിറ്ററുകൾ, റെസിസ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുകയും അവ കാര്യക്ഷമതയോടെ ഒരുമിച്ച് AC വൈദ്യുതിയെ DC വൈദ്യുതിയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ വകഭേദങ്ങൾ: ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ. AC ടു DC കൺവെർട്ടറിൻ്റെ ഏറ്റവും ലളിതമായ ഈ രൂപം ഒരു ഡയോഡ് ഉപയോഗിച്ചാണ് AC ടു DC കൺവെർട്ടർ അറിയപ്പെടുന്നത്. ഡയോഡ് D1 നടത്തുന്നതിന് കാരണം അത് മുന്നോട്ടുള്ള പക്ഷപാതം. വിതരണത്തിൻ്റെ പോസിറ്റീവ് അറ്റത്ത് നിന്ന് ഡയോഡ് D1 വഴി കറണ്ട് ഒഴുകുന്നു. കൂടാതെ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് RL. ഈ കാലയളവിൽ RLൽ ഉടനീളം ഒരു വോൾട്ടേജ് വികസിപ്പിച്ചെടുക്കുന്നു. ദ്വിതീയ വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഡയോഡ് D2 ആണ്. കറണ്ട് ഒഴുകുന്നത് ലോഡ് റെസിസ്റ്റർ RL, ഡയോഡ് D1, പിന്നെ ദ്വിതീയ വൈൻഡിങ്ങിൻ്റെ മുകൾ പകുതിയിലൂടെയാണ്. ദ്വിതീയ വോൾട്ടേജിൻ്റെ നെഗറ്റീവ് പകുതി സൈക്കിളിൽ ഡയോഡ് D2 ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഡയോഡ് D1. അതുകൊണ്ടാണ് വൈദ്യുതി രണ്ടാമത്തെ പകുതിയിലെ വയറിങ്ങിൻ്റെ ഉള്ളിലൂടെയും ലോഡ് റെസിസ്റ്റർ RL ഡയോഡ് D2ൻ്റെ ഉള്ളിലൂടെയും ഒഴുകുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ. ഇത് ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ 4 ഡയോഡുകൾ ഉണ്ടാവും. രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ മധ്യത്തിൽ തട്ട് ഉണ്ടാവില്ല. ദ്വിതീയ വോൾട്ടേജിൻ്റെ പോസിറ്റീവ് പകുതിയിൽ ഡയോഡ് D2, D3 ഫോർവേഡ് ബയാസിൽ ആയിരിക്കും. അതിനാൽ ഡയോഡുകൾ D2, ലോഡ് റെസിസ്റ്റൻസ് RL, D3 എന്നിവയിലൂടെ സെക്കൻഡറിയുടെ മറ്റേ അറ്റത്തേക്ക് കറണ്ട് ഒഴുകുന്നു. ദ്വിതീയ വോൾട്ടേജിൻ്റെ നെഗറ്റീവ് പകുതിയിലായിരിക്കും D1, D4 ഡയോഡുകൾ. ഡയോഡ് D4 വഴി കറണ്ട് ഒഴുകുന്നു. റെസിസ്റ്റർ RL, ദ്വിതീയത്തിൻ്റെ മറ്റേ അറ്റത്തേക്ക് ഡയോഡ് D1. റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ പ്രയോഗം: ഡീമോഡുലേറ്ററുകൾ, AM റേഡിയോ സർക്യൂട്ടിലെ ഡിറ്റക്ടർ, തടസ്സമില്ലാത്ത പവർ സപ്ലൈ അതായത് UPS,
സർക്യൂട്ടുകൾ, ഹോം ഇൻവെർട്ടറുകൾ, മൊബൈൽ ഫോണുകളിലെ ബാറ്ററി ചാർജറുകൾ, ലാപ്ടോപ്പുകൾ കൂടാതെ എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടിലും റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. ഈ ഉദ്യമത്തിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും നമുക്ക് ശേഖരിക്കാം. സോൾഡറിംഗ് അയൺ 25 വാട്ട് അഥവാ 250 വോൾട്ട് 1. മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ 0 മുതൽ 30 വോൾട്ട് വരെ 1. മൾട്ടിമീറ്റർ ഡിജിറ്റൽ 1. ലഗ് ബോർഡ് ജനറൽ പർപ്പസ് 5 പോയിന്റ്. ഡയോഡ് IN 4007 റെസിസ്റ്റർ 470 ഓം 1. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 240 വോൾട്ട് അഥവാ 12.0.12 500 മില്ലി ആംപിയർ 1. മൾട്ടി സ്ട്രാൻഡ് വയർ ചുവപ്പ്, നീല 23/0.2 650 വോൾട്ട് ഗ്രേഡ് ആവശ്യത്തിന്. മെയിൻസ് കോഡ് 3 കോർ കേബിൾ 1. റെസിൻ കോർ സോൾഡർ 60/40. സോൾഡറിംഗ് പേസ്റ്റ് 100 ഗ്രാം 1. ബേസ് ബോർഡ് 1. കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് 1. ഡയോഡ് പരിശോധിക്കൽ. സെലക്ടർ ഉപയോഗിച്ച് മൾട്ടിമീറ്റർ ഡയോഡ് പൊസിഷനിലേക്കോ ഡയോഡ് ചെക്ക് പൊസിഷനിലേക്കോ ക്രമീകരിക്കുക. മൾട്ടിമീറ്ററിൻ്റെ ചുവപ്പ്, കറുപ്പ് പ്രോബുകൾ അഥവാ ചാലകങ്ങൾ ഡയോഡിൻ്റെ ആനോഡ് കാത്തോഡ് ഭാഗത്തേക്ക് ഘടിപ്പിക്കുക. പട്ടിക ഉപയോഗിച്ച് വായന പരിശോധിക്കുക. ഇപ്പോൾ മൾട്ടിമീറ്റർ പ്രോബുകൾ റിവേഴ്സ് ചെയ്യുക. ചുവപ്പ്, കറുപ്പ് പ്രോബുകൾ യഥാക്രമം ഡയോഡിൻ്റെ കാത്തോഡിലേക്കും ആനോഡിലേക്കും സ്ഥാപിക്കുക, അതായത് റിവേഴ്സ് ബയസ്. പട്ടിക ഉപയോഗിച്ച് വായന പരിശോധിക്കുക. ടേബിൾ 1 വായന പൊരുത്തപ്പെടുന്നുവെങ്കിൽ ഡയോഡ് നല്ല അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഡയോഡ് തകരാറാണ്. ചുമതല 1. ഹാഫ് വേവ് റെക്ടിഫയർ നിർമ്മിക്കുക, പരിശോധിക്കുക. ഡയോഡിലെ ആനോഡ് കാത്തോഡ് ടെർമിനൽ കണ്ട് തിരിച്ചറിയുക. സാധാരണയായി 2 ടെർമിനൽ ഡയോഡുകളിൽ കാത്തോഡ് ടെർമിനലിന് വെള്ളി നിറമുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. എതിർവശം ആനോഡ് ടെർമിനലായി തിരിച്ചറിയുന്നു. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രാഥമിക, ദ്വിതീയ വൈൻഡിങ്ങുകളുടെ തുടർച്ച പരിശോധിക്കുക. തന്നിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ സവിശേഷതകൾ രേഖപ്പെടുത്തുക. ട്രാൻസ്ഫോമറിൽ 240 വോൾട്ട് AC ഇൻപുട്ട് കടത്തിവിടുകയും ഒരു വോൾട്ടോമീറ്ററോ മൾട്ടിമീറ്ററോ ഉപയോഗിച്ച് ദ്വിതീയ വശങ്ങളിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് പരിശോധിക്കുക. ആവശ്യമായ തുടർച്ചയായി വരുന്ന വോൾട്ടേജ് കൃത്യതയില്ലാത്തതാണെങ്കിൽ പുതിയ ട്രാൻസ്ഫോമറായി മാറ്റിവെക്കണം. യോജിക്കുന്ന നട്ടുകൾ, വാഷറുകൾ, ബോൾട്ടുകൾ ഉപയോഗിച്ച് പരീക്ഷിച്ച ട്രാൻസ്ഫോമറുകൾ ഒരു ബേസ് ബോർഡിൽ ഉറപ്പിക്കുക. പ്രഥമ ട്രാൻസ്ഫോമറിൻ്റെ വശത്ത് ഒരു 3-പിൻ പവർ കോഡ് സോൾഡറിംഗ് ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ മെറ്റൽ കവറിലേക്ക് എർത്ത് പിൻ മൗണ്ട് ചെയ്യുക. മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക. ഒരു വോൾട്ടോമീറ്ററോ മൾട്ടിമീറ്ററോ ഉപയോഗിച്ച് പ്രധാന വോൾട്ടേജും ട്രാൻസ്ഫോമറിൻ്റെ ദ്വിതീയ വോൾട്ടേജ്, അതായത് റെക്ടിഫയറിലേക്കുള്ള AC ഔട്ട്പുട്ട് അളന്ന് തിട്ടപ്പെടുത്തി കുറിച്ചു വയ്ക്കുക. ദ്വിതീയ ദിശയിലെ AC വോൾട്ടേജ് 12 വോൾട്ടാണ്. റെക്ടിഫയർ ഡയോഡിലേക്ക് ബോർഡിൽ സോൾഡർ ചെയ്ത് ഉറപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ച പ്രകാരം ഡയോഡിൻ്റെ കൃത്യമായ ദൃഢതയിലും
ട്രാൻസ്ഫോമറിനെ ഡയോഡുമായി ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ച 470 ഓം റെസിസ്റ്ററുമായി ബന്ധിപ്പിക്കുക. AC മെയിൻസ് സ്വിച്ച് ഓൺ ചെയ്യുക. മൾട്ടിമീറ്ററിൽ DC വോൾട്ടേജ് പരിധി സജ്ജമാക്കുകയും റെസിസ്റ്ററിൻ്റെ എതിരായുള്ള DC ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുകയും ചെയ്യുക. DC ഔട്ട്പുട്ട് വോൾട്ടേജ് 5 ആയിരിക്കണം. സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. ഡയോഡും ട്രാൻസ്ഫോമറും വേർപെടുത്തുക. എന്നിട്ട് CRO രണ്ടാമത്തെ ദിശയിൽ യോജിപ്പിക്കുക. ട്രാൻസ്ഫോമറും CROയും സ്വിച്ച് ഓൺ ചെയ്യുക. CRO മോണിറ്ററിലെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ സൈന തരംഗങ്ങൾ ഗ്രാഫിക്കൽ പ്രാതിനിധ്യം പരിശോധിക്കുകയും ചെയ്യുക. ഇനി CRO നീക്കം ചെയ്യുക. ഹാഫ് വേവ് റെക്ടിഫയർ പുനഃസൃഷ്ടിക്കുക. ലോഡ് റെസിസ്റ്ററിന് വിപരീതമായി CRO യോജിപ്പിക്കുക, അതായത് 470 ഓംസ്. എന്നിട്ട് ഹാഫ് വേവ് പരിശോധിക്കുക. സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ച പ്രകാരം ഡയോഡ് കണക്ഷനുകൾ വിപരീതമാക്കുകയും CROയിൽ കാണിച്ച പ്രകാരം ഔട്ട്പുട്ട് പരിശോധിക്കുകയും ചെയ്യുക. ചുമതല 2. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഫുൾ വേവ് റെക്ടിഫയർ നിർമ്മിക്കുക. ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്നത് അതിൻ്റെ ദ്വിതീയ വൈൻഡിങ്ങിൻ്റെ മധ്യത്തിലൂടെ ടാപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഒരു സെൻറ്റർ ടാപ്പ് ചെയ്ത ട്രാൻസ്ഫോമർ സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. ഈ വ്യത്യാസം ദ്വിതീയ വൈൻഡിങ് 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുതയിൽ മാത്രമാണ്. അതിനാൽ 2 വരിയറ്റത്ത് 2 വ്യക്തിഗത വോൾട്ടേജുകൾ നേടാനാകും. തന്നിട്ടുള്ള ഘടകങ്ങളുടെ ശരിയായ അവസ്ഥ ഉറപ്പുവരുത്തി പരിശോധിക്കുക. പ്രാഥമിക വശത്ത് 240 വാട്ട് 50 ഹെർട്സ് AC വിതരണവും യോജിപ്പിക്കുക. വിതരണം, അതായത് സപ്ലൈ ഓൺ ചെയ്യുക. മൾട്ടിമീറ്റർ 50 വോൾട്ടിൽ താഴെയുള്ള AC വോൾട്ടേജായി സജ്ജമാക്കുക. കൂടാതെ ദ്വിതീയ ടെർമിനലുകൾ 2നും 3നും ഇടയിൽ പ്രോബുകൾ സ്ഥാപിക്കുക. മൾട്ടിമീറ്റർ 12 എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ 12 വോൾട്ട് ആയിരിക്കണം ടെർമിനലുകൾ 3നും 4നും ഇടയിൽ. സ്കീമാറ്റിക് ലേഔട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പൂർണ്ണ വേവ് റെക്ടിഫയർ സർക്യൂട്ട് നിർമ്മിക്കുക. ഫുൾ വേവ് സർക്യൂട്ടിൽ D1, D2 എന്നീ 2 ഡയോഡുകൾ അടങ്ങിയിരിക്കുന്നു. ട്രാൻസ്ഫോമർ ദ്വിതീയ ടെർമിനലുകൾ 2ൽ ഡയോഡ് D1 ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയോഡ് D2ൻ്റെ ആനോഡ് ടെർമിനൽ 4ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ D1, D2 എന്നിവയുടെ കാത്തോഡുകൾക്കിടയിൽ ഒരു ഹ്രസ്വചിത്രം ഉണ്ടാക്കുക. ട്രാൻസ്ഫോമറിൻ്റെ, അതായത് ടെർമിനൽ 3, സെൻറ്റർ ടാപ്പും ഡയോഡുകളുടെ D1, D2 എന്നിവയുടെ കാത്തോഡ് ടെർമിനലുകളും തമ്മിൽ ലോഡ് പ്രതിരോധം ബന്ധിപ്പിച്ചിരിക്കുന്നു. AC മെയിൻസ് സ്വിച്ച് ഓൺ ചെയ്യുക. DC വോൾട്ടേജ് പരിധി നിശ്ചയിക്കുക. കൂടാതെ DC ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുക. റെസിസ്റ്ററിന് കുറുകെ DC ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ടിന് തുല്യമായിരിക്കണം. CRO ഘടിപ്പിക്കേണ്ടത് ലോഡ് റെസിസ്റ്ററുടെ, അതായത് 470 ഓംസ് വിപരീതമായിട്ടായിരിക്കണം. റെക്ടിഫയർ ഔട്ട്പുട്ട് പരിശോധിക്കുകയും ചെയ്യുക. ചുമതല 3. ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുക. 4 ഡയോഡുകൾ എടുക്കുക, അതായത് IN 4007, D1, D2,
D3, D4 എന്നീ പേരുള്ളത്. അതിൻ്റെ ആനോഡ്, കാത്തോഡ് ടെർമിനലുകൾ തിരിച്ചറിയുക. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ആയതിൻ്റെ തുടർച്ചയായ രീതിയും പരിശോധിക്കുക. സർക്യൂട്ട് ഡയഗ്രമിൽ കാണിച്ച പ്രകാരം ഡയോഡുകൾ പാലത്തിൽ ഘടിപ്പിക്കുക. ഡയോഡ് D2ൻ്റെ കാത്തോഡ് ടെർമിനലും D1ൻ്റെ ആനോഡ് ടെർമിനലും ബന്ധിപ്പിക്കുക. ഡയോഡ് D1ൻ്റെ കാത്തോഡ് ടെർമിനൽ ഒപ്പം D പോയിന്റിൽ D4ൻ്റെ കാത്തോഡ്, D3യുടെ കാത്തോഡ് ടെർമിനലും D4ൻ്റെ ആനോഡ് ടെർമിനലുകൾക്കും പോയിന്റ് ബിയിലും D2, D3 ടെർമിനലുകളുടെ പോയിന്റ് സിയിൽ ഘടിപ്പിക്കണം. പോയിന്റുകൾ എ, ബി എന്നിവയ്ക്കിടയിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ ദ്വിതീയ ടെർമിനലും തമ്മിലുള്ള ലോഡ് റെസിസ്റ്ററും ബന്ധിപ്പിക്കുക. സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. മൾട്ടിമീറ്റർ 50-ൽ താഴെയുള്ള DC വോൾട്ടേജിൽ സജ്ജമാക്കുക. റെസിസ്റ്റർ ടെർമിനലുകളിൽ പ്രോബുകൾ സ്ഥാപിക്കുക. എന്നിട്ട് D3 വോൾട്ടേജ് അളക്കുക. ലോഡ് റെസിസ്റ്ററിനുടനീളം CRO ബന്ധിപ്പിച്ച് റെക്ടിഫയർ പരിശോധിക്കുക. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. സെമി കണ്ടക്ടർ ഡയോഡ് ഉപയോഗിച്ച് ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ് റെക്ടിഫയറുകൾ എന്നിവ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ഇതിനകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുമായി കൂടുതൽ ഇത് പരിശീലിക്കുക. നല്ല ആനന്ദകരമായ ഒരു പഠനം ആശംസിക്കുന്നു.